വർഷങ്ങളായി ഉപയോഗിക്കാതെ ജീർണാവസ്ഥയിൽ കിടക്കുന്ന വലിയ പറമ്പ് മിനി സാംസ്കാരിക നിലയം അറ്റകുറ്റപ്പണികൾ ചെയ്ത് നാട്ടുകാർക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആലയം വലിയ പറമ്പിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി. മുക്കം മുഹമ്മദ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും NK അബ്ദുറഹ്മാൻ വാർഡ് മെമ്പറുമായിരുന്ന കാലത്താണ് 1992 ജൂലൈ മാസത്തിൽ വലിയ പറമ്പ് സാംസ്കാരിക നിലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. പഞ്ചായത്തിന് സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്ത സ്ഥലത്താണ് സാംസ്കാരിക നിലയം പണി കഴിപ്പിച്ചത്. ആദ്യകാലത്ത് തികച്ചും മാതൃകാപരമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഈ സ്ഥാപനം നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇവിടെയാണ് സാക്ഷരതാ മിഷന്റെ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 2 വർഷക്കാലം വലിയ പറമ്പ് അംഗൻവാടിയും ഈ കെട്ടിടത്തിലായിരുന്നു നടന്നിരുന്നത്. ആലയം വലിയ പറമ്പിൻ്റെ സഹകരണത്തോടെ വായനശാലയും ലൈബ്രറിയും ഇവിടെ ആരംഭിച്ചിരുന്നു. നെഹ്റു യുവകേന്ദ്രയും ആലയവും സംയുക്തമായി നടത്തിയിരുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ഓഫീസും ഇവിടെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ പെയിൻറ്റിംഗ് നടത്തുകയോ ഫർണിച്ചർ ലഭ്യമാക്കുകയോ ചെയ്യാതായതോടെയാണ് ഈ സാംസ്കാരിക നിലയം ശോച്യാവസ്ഥയിലായത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 13-14 വാർഡുകളിലെ ഏക സാംസ്കാരിക നിലയമാണിത്. ഇന്ന് ആർക്കും ഉപയോഗമില്ലാതെ കിടക്കുന്ന സാംസ്കാരിക നിലയം അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും മുകൾ ഭാഗത്ത് ഹാൾ നിർമ്മിക്കുകയും ചെയ്ത് ഉപയോഗപ്രദമാക്കി നാട്ടുകാർക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലയം വലിയ പറമ്പിൻ്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ആളുകൾ ഒപ്പിട്ട നിവേദനം പഞ്ചായത്ത് ഭരണസമിതിക്ക് സമർപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, വാർഡ് മെമ്പർ ഗീതാ സുരേഷ് എന്നിവർക്ക് നിവേദനം നൽകി. വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കാമെന്ന് പ്രസിഡന്റും മെമ്പർമാരും ആലയം പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയതായി പ്രവർത്തകർ പറഞ്ഞു. ആലയം പ്രവർത്തകരായ G. അബ്ദുൽ അക്ബർ, ഹൈദർ, ബാബു തോണ്ടയിൽ, റഹീം വെള്ളങ്ങൽ, അമീൻ അടുക്കത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.